കേരളത്തിൽ പാടങ്ങൾ നികത്തി ഫ്ളാറ്റുകളും കെട്ടിടങ്ങളും പണിയുമ്പോഴും ഗ്രാമീണ മേഖലയിലെ പ്രകൃതി ഭംഗി ഒട്ടും ചോർന്നു പോകാതെ വയലേലകളെ സംരക്ഷിച്ച് കൃഷിയിറക്കുന്ന കുറേയേറെ കർഷകരെ നമുക്ക് പരിചയപ്പെടാം. ഒരു കാലത്ത് ഗ്രാമീണ മേഖലയിലെ വയലേലകളിലും തെങ്ങും പ്ലാവും ഇടതൂർന്നു നിൽക്കുന്ന പറമ്പുകളിലും പ്രധാനമായിരുന്ന ഒരു കൃഷിരീതിയായിരുന്നു വെറ്റില കൃഷി. എന്നാൽ ഇന്നത് അന്യമായിരിക്കുന്നു. വയലേലകളുടെ നശീകരണവും വെറ്റിലയുടെ ഉപയോഗക്കുറവും മറ്റും കർഷകരെ ഈ കൃഷിരീതിയിൽ നിന്നും പിന്തിരിപ്പിക്കുന്നു. എന്നാലും ചില മേഖലകളിൽ വെറ്റില കൃഷിയിൽ മികച്ച ആദായം ഉണ്ടാക്കുന്ന കർഷകർ ഉണ്ട്. ഞാനും എൻ്റെ കുടുംബവും കാർഷിക വൃത്തിയിലാണ് ജീവിക്കുന്നത്. ഈ കൃഷികളെല്ലാം ഉണ്ടെങ്കിലും ഏറെ ചെയ്യുന്നത് വെറ്റില കൃഷിയാണ്. അതുകൊണ്ട് ആഴ്ചയിൽ വെള്ളി ശനിയാഴ്ചയായിട്ട് വെറ്റയെടുത്ത് ഞായറാഴ്ച രാവിലെ വെളുപ്പിനെ ചന്തയിൽ പോയി അതിൽ കിട്ടുന്ന കാശ് കൊണ്ട് ആഴ്ചയിൽ സുഖമായിട്ട് ഞങ്ങൾ കഴിയാറുണ്ട്. പിന്നെ ഞാൻ മാത്രമല്ല, ഇവിടെ ഞങ്ങളുടെ ഈ പ്രദേശത്ത് 10-40 എനിക്കുള്ള സുഹൃത്തുക്കളും എനിക്കുള്ള ബന്ധുക്കളുമായിട്ട് ഈ വെറ്റില കൃഷി കൊണ്ട് കഴിയുന്നവരുണ്ട്. ഞങ്ങൾ പാരമ്പര്യമായിട്ട് കൊടിക്കൃഷിക്കാരാണ്. ഞാൻ കൊടിക്കൃഷി ചെയ്തിട്ട് 40 വർഷമായി. എൻ്റെ കൊടിക്കൃഷിയിൽ എനിക്ക് നല്ല ആദായകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോഴും ഞാൻ കൊടി ഇടുന്നുണ്ട്. നല്ല നനവുള്ളതും വളക്കൂറുള്ളതുമായ മണ്ണാണ് വെറ്റില കൃഷിക്ക് ആവശ്യം. വലിയ ഉഷ്ണ കാലാവസ്ഥ ഒഴികെ മെയ് ജൂൺ മാസത്തിൽ ഇടവക്കുടിയും ആഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ തുലാക്കുടിയും എന്ന ക്രമത്തിലാണ് തൈനടിൽ. ഞാൻ 84-85 തൊട്ട് ഞാൻ വെറ്റിലക്കൊടി കൃഷി ചെയ്യുന്നുണ്ട്. അത് ഞാൻ ഇടവത്തിൽ ഇടും, തുലാമാസത്തിൽ വിടും. അത് ഇടുന്നെന്ന് പറയുന്നത് 10,000-1500 മൂടൊക്കെ ഇടും. ഇതിപ്പോഴെന്ന് പറയുന്നത് തുലാമാസത്തിലിട്ട കൊടിയായത്. ഇത് എനിക്ക് ഇപ്പോഴൊരു 110 കെട്ട് വെറ്റ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴെ ഇടവത്തിൽ ഇനി നട്ടിട്ടുണ്ട്, ചെറിയ കൊടി നട്ടിട്ടുണ്ട്. ഇതിനകത്ത് നിന്ന് കിട്ടുന്നത് ഒരു വരുമാനം എന്ന് പറയുമ്പോൾ നമ്മൾ ശനിയാഴ്ച ദിവസമാണ് നാളെ വെറ്റ എടുത്ത് ഞായറാഴ്ച ഇവിടെ നെല്ലുമുള്ള പറഞ്ഞ് നമുക്ക് ഒരു കമ്പോളമുണ്ട്, അവിടെ കൊണ്ടുപോയി വിൽക്കുന്നത്. അതിക്കരാഴി, തുളസി, അരിക്കൊടി, അമരവിള, കരിലാഞ്ചി കർപ്പൂരം, ചീലാന്തി കർപ്പൂരം, പ്രാമുട്ടൻ എന്നിവയാണ് പ്രധാന ഇനം വെറ്റില തൈകൾ. 10 മുതൽ 15 മീറ്റർ വരെ നീളവും 75 സെന്റിമീറ്റർ വീതം വീതിയും ആഴവുമുള്ള ചാലുകളിലാണ് കൊടികൾ നടുന്നത്. ചാലുകൾ തമ്മിൽ 1 മീറ്റർ അകലമുണ്ടായിരിക്കണം. പിന്നെ ഞാൻ കൊടിയിടുന്ന നിലങ്ങൾ പിന്നെ അതിൻ്റെ പണ ശരിയാക്കുന്നത് 6 ചവിട്ടടി വീതിയിൽ പണ കോരിയിട്ട് 2 അടി താഴ്ചയിൽ പാത്തിയും കോരി വൃത്തിയാക്കി പണ നല്ല നേരെ തന്നെ പണ പിടിച്ചിട്ട് ഞങ്ങൾ നല്ല ഭംഗിയായിട്ട് 1.5 അടി താഴ്ച കിളച്ച് നിലം നല്ല ഭംഗിയായിട്ട് അത് ഒഴുകി നല്ല രീതിയിൽ പണി ചെയ്തിട്ടാണ് ഞങ്ങൾ കൊടിക്കൃഷി ചെയ്യുന്നത്. ഈ ചാലുകളിൽ 15 മുതൽ 30 സെന്റിമീറ്റർ അകലത്തിൽ 2 മുതൽ 3 വർഷം വരെ പ്രായമുള്ള കൊടിയുടെ 1 മീറ്റർ നീളമുള്ള തലപ്പ് മുറിച്ചെടുത്താണ് നടാൻ ഉപയോഗിക്കുന്നത്. കൊടിത്തലപ്പുകളിൽ കരുത്തുള്ള 3 മുകുളങ്ങളും മുട്ടുകളിൽ ധാരാളം വേരുകളും ഉണ്ടായിരിക്കണം. ചാലുകളിൽ നടുമ്പോൾ താഴത്തെ മുട്ട് മണ്ണിനടിയിലും രണ്ടാമത്തെ മുട്ട് തറനിരിപ്പിലുമായിരിക്കണം. നടുന്നതിന് മുൻപായി തടങ്ങൾ നന്നായി നനച്ച് മണ്ണിന് ഈർപ്പമുണ്ടാക്കണം. കൊടി നടുന്ന ഒരു രീതി ഞങ്ങൾ 6-6.5-8 അടി വീതിയിൽ പണ ഒരുക്കിയിട്ട് 2-2.5 മീറ്റർ 2-2.5 അടി താഴ്ചയിൽ പാത്തിയും കോരി ഞങ്ങൾ പിന്നെ കിളച്ചൊരുക്കിയിട്ട് തറ നിരത്തി ഒരു തൂമ്പാപ്പാട് അതിന് ചാല് കോരിയിട്ട് അതിനകത്ത് കൊടിയിടുന്നത്. 2 മുട്ട് താഴ്ചയിലാണ് കൊടിയിടുന്നത്.
ആ 2 മുട്ടി താഴ്ച കൊടിയിട്ട് ഞങ്ങൾ പിന്നെ അങ്ങനെ അതിനെ പിന്നെ 21 ദിവസം കഴിയുമ്പോൾ അതിനെ വളം ചെയ്യുന്നു. അതനുസരിച്ച് ഞങ്ങൾ ഈറ കുത്തുന്നു. അതിനനുസരിച്ച് മേളിലോട്ട് അതിൻ്റെ തട്ടായിട്ട് ഒരേ പണികൾ നടത്തുന്നു. അതുപോലെ തൈകൾക്ക് തണൽ വളരെയേറെ അത്യാവശ്യമാണ്. ഇതിനായി തെങ്ങോല, വയണത്തൂപ്പ് ഇവ ഉപയോഗിച്ച് പണയുടെ ചുറ്റും തണൽ നൽകുന്നു. ഏകദേശം 30 ദിവസത്തിനകം കൊടിത്തൈകൾ മുളച്ചു വരും. ഇതിനുശേഷം തണൽ മാറ്റി കിളച്ച് വൃത്തിയാക്കി കരിയിലയിട്ട് പാത്തി നിറയ്ക്കണം. നട്ട് 1 മാസത്തിനകം തന്നെ താങ്ങ് നൽകേണ്ടതാണ്. താങ്ങിനായി 4-5 മീറ്റർ നീളമുള്ള ഈറയോ വാരിയോ നാട്ടുകയോ ചെറിയ കുറ്റി അടിച്ച് അതിനെ കയറ് കെട്ടി മുകളിലുള്ള പന്തലുമായി യോജിപ്പിക്കുകയോ ചെയ്യണം. ഏകദേശം 15 മുതൽ 20 സെന്റിമീറ്റർ അകലത്തിൽ കൊടിത്തലപ്പുകളെ വാഴനാരുകൊണ്ടോ പാള കീറിയതുകൊണ്ടോ താങ്ങുമായി ബന്ധിപ്പിക്കേണ്ടതാണ്.